ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് സോയാ ബോൾ വെച്ചിട്ട് ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതുമായ ഈ സോയാ ബോൾ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമേ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പുപൊടി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം തിളപ്പിക്കുക. കറിക്ക് ആവശ്യമായിട്ടുള്ള 1 ഗ്ലാസ് സോയാ ബോളാണ് ഞാൻ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഏകദേശം 1/2 മിനിറ്റോളം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിനറിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്ത് അതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടും മാറ്റിയെടുക്കുക. വെള്ളം നന്നായിട്ട് വാർന്നു പോയതിന് ശേഷം ഈ സോയാ ബോൾ നമുക്ക് കയ്യിലോട്ട് എടുക്കാൻ പാകത്തിന് ഇത് തണുത്ത് കഴിയുമ്പം ഒരു 15-20 മിനിറ്റുകൾക്ക് ശേഷം ഇതുപോലെ ഇത് ഞെക്കി പിഴിഞ്ഞ് ഇതിലെ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക കേട്ടോ. ഞാനിപ്പം അതുപോലെ ഞെക്കി പിഴിഞ്ഞ് വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ള മസാല തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ ചൂടാക്കി അതിലോട്ട് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അതിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ്. അത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നിടം വരെയാണ് വഴറ്റിയെടുക്കുന്നത്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരല്പം സവോള കൂടി ചേർത്ത് കൊടുക്കണം. 2 സ്പൂൺ സവോളയൊക്കെയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് കളർ മാറി വരുമ്പോഴത്തേനും നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മീറ്റ് മസാലയുമാണ് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കുന്നതിനായിട്ട് ഇതിലോട്ട് മസാലയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഫ്ലെയിം കുറച്ച് വെക്കുന്ന കാര്യം, പൊടി ഇടുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കുന്ന കാര്യം മറന്നു പോകരുത്. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 2 പച്ചമുളക് കീറിയതും ഒരു വലിയ സവോള അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇത് വെന്ത് കിട്ടുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരു 3/4 ഗ്ലാസ് മുതൽ 1 ഗ്ലാസ് വരെ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 വിസിൽ അടിക്കുന്നിടം വരെ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. കറിയിലോട്ട് ചേർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ കുക്കറിൽ റെഡിയാക്കി എടുത്തത് എന്താണെന്ന് വെച്ചാൽ സവോള പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ കുക്കറിൽ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളത്. കുക്കറിൽ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ഗ്രേവി ഞാനിപ്പോൾ ഒരു കടായിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഗ്രേവി കൂടുതൽ ടേസ്റ്റി ആകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വറുത്തരച്ച് വെച്ചിരുന്ന 1.5 ടേബിൾ സ്പൂൺ തേങ്ങ വറുത്തരച്ചതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഈ ഒരു ഗ്രേവിയുടെ കൂട്ടത്തിൽ തേങ്ങ വറുത്തരച്ചത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇതുകൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഈ സോയാ ബോൾ കറി റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ട് ഇതും കൂടി ചേർത്ത് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരുന്നിടം വരെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏറെക്കുറെ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന സോയാ ബോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് ഏറെ സമയം ഈ ഒരു ഗ്രേവിയിലിട്ട് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് മാക്സിമം ചെറിയ ബർണറിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ ഈ ബോൾസിനുള്ളിലോട്ടും പിടിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസോളം വെള്ളം ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്തായാലും കറി റെഡിയാക്കിയതിന് ശേഷം 2-3 മണിക്കൂറുകൾക്ക് ശേഷമാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ദിവസമൊക്കെ ആകുമ്പോഴത്തേനും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. കാരണം ഇതിൻ്റെ ഉള്ളിലോട്ട് ആ ഒരു ഗ്രേവി എല്ലാം പിടിച്ചു വരാനായിട്ട് നല്ല സമയമെടുക്കും. അതുകൊണ്ടാണ് അത്രയും താമസം വരുന്നത്. ഇതുപോലെ ഗ്രേവി ഒന്ന് തിക്കായി വന്നു തുടങ്ങുമ്പോഴേക്കും ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു സോയാ ബോൾ നമ്മുടെ ഹൃദയത്തിനും സ്കിന്നിനും ഹെയറിനും ബോണിനും ഒക്കെ വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.